ട്രാവൻകൂടി ഷാപ്പ് സിനിമയുടെ ക്ലൈമാക്സിൽ നിങ്ങൾ പലരും ശ്രദ്ധിക്കാതെ വിട്ടുപോയ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഡീറ്റെയിലിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ക്ലൈമാക്സിൽ സന്തോഷ് മിറണ്ടയുടെ കൈ പിടിച്ച് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് അവളോട് മിസ്ബിഹേവ് ചെയ്തതല്ല, പകരം അവളുടെ പൾസ് നോക്കി അവൾ കള്ളമാണോ ശരിയാണോ പറയുന്നത് നോക്കിയതാണ്. ഇത് ഞാൻ പറയാൻ കാരണം, ആദ്യം സന്തോഷ് അവളെടുത്ത് താൻ കൊലയാളി പിടിച്ചു എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ മിറണ്ടയുടെ പൾസ് റൈസ് അയക്കാം. ശേഷം കൊലയാളിയെ കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ മിറണ്ടയുടെ പൾസ് നോർമലായേക്കാം. ആ ഒരു പൾസ് വേരിയേഷൻ വച്ചിട്ടാണ് സന്തോഷിന് അവളാണ് കൊലയാളി എന്ന് മനസ്സിലായിട്ടുണ്ടാവുക. ഇതെല്ലാം മനസ്സിലാക്കിയോണ്ടാണ് സന്തോഷ് അവിടെ ചിരിക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നത്. കൂടാതെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ക്ലോക്കിൻ്റെ ടിക് ടിക് സൗണ്ടും കേൾക്കാൻ സാധിക്കും. ഇത് തുടക്കത്തിൽ സന്തോഷിൻ്റെ 10 മിനിറ്റിൽ കേസ് തെളിയിച്ചു എന്ന് പറയുന്ന ഡയലോഗുമായിട്ട് കണക്റ്റായി വരുന്ന ഒരു സീനാണിത്. അതായത് താൻ ആ 10 മിനിറ്റിൽ ആ കേസ് തെളിയിച്ചു എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ നമുക്കറിയാം സന്തോഷ് അവിടെ ടൈം ഔട്ട് എന്നാണ് പറയുന്നത്. അതിനർത്ഥം പിടിച്ചില്ല എന്നല്ല, താൻ അവളെ വെറുതെ വിട്ടു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതിന് കാരണം തനിക്ക് തൻ്റെ കുട്ടിയെ നഷ്ടപ്പെട്ടെ തുടർന്നാണ് മിറണ്ടയും കണ്ണനും ഈ ഒരു കൊലപാതകം ചെയ്തതെന്ന് സന്തോഷിന് അറിയാമായിരിക്കാം. മാത്രമല്ല മിറണ്ടയ്ക്കും സന്തോഷിനും ഏകദേശം ഒരേ പാസ്റ്റ് തന്നെയാണ് ഉള്ളതെന്ന് സിനിമയിൽ പറയുന്നുണ്ട്. അതിനു പുറമെ സന്തോഷിന് മിറണ്ടയുടെ അടുത്ത് ചെറിയൊരു ഇഷ്ടവുമുണ്ട്. ഇതെല്ലാം കണക്കെടുത്താണ് സന്തോഷ് അവളെ വെറുതെ വിടാൻ തീരുമാനിച്ചതും ടൈം ഔട്ട് എന്നാണ് അവിടെ പറയുന്നത്.